വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദീസ് മിനി വേൾഡ്. ഞാൻ ആദി. നമുക്ക് ഇന്ന് കൊട്ടാരക്കരയിലെ മീൻപിടിപ്പാറയിലേക്ക് ഒരു യാത്ര പോയാലോ? നമ്മളെങ്ങോട്ടാ പോകുന്നത്? മീൻപിടിപ്പാറയിലേക്ക്. വേനൽ ചൂട് കൊടുമ്പിരി കൊള്ളിച്ച് ഭൂമിയെ പഴിപ്പിക്കുമ്പോൾ മനുഷ്യ ശരീരം അത് താങ്ങാനാകാതെ വിയർത്ത് കുളിക്കുകയാണ്. അങ്ങനെ ചൂടെടുത്തിരിക്കുമ്പോൾ വെള്ളത്തിലേക്കിറങ്ങി ഉല്ലാസപൂർവ്വം ആർത്ത് തിമിർക്കാൻ ഒരിടം കിട്ടിയാലോ? അങ്ങനെ ഒരിടമാണ് മീൻപിടിപ്പാറ. പേര് കേൾക്കുമ്പോൾ തോന്നിയേക്കാം മീൻ പിടിക്കാൻ ഒരിടമാണോ എന്ന്. എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് മീൻ പിടിക്കാൻ ഒരിടമല്ല. ഇത് നമ്മുടെ കൊട്ടാരക്കരയിൽ പുരമൺ ജംഗ്ഷനിലുള്ള സെൻറ്റ് ഗ്രിഗേറിയസ് കോളേജിന് 1/2 കിലോമീറ്റർ പുറകിലായാണ് DTPC സെൻറ്ററിൻ്റെ അധീനതയിലുള്ള ഈ വിസ്മയ തീരം ഒളിഞ്ഞിരിക്കുന്നത്. നട്ടുച്ചയ്ക്ക് തോന്നിയ ഒരു പെട്ടെന്നുണ്ടായ വെളിപാടിന് പുറത്താണ് ഞങ്ങൾ 4 പേരും കൂടി അങ്ങോട്ടേക്ക് പുറപ്പെടുന്നത്. അനിയനും ഹസ്ബൻഡും കുഞ്ഞും ഒപ്പം അവൻ്റെ മാമനും. വളരെ നാച്ചുറലായ ഒരിടം. അതിൻ്റെ ഭംഗി ഒന്നും നശിപ്പിക്കാതെ അവയെയൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരിടം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഞങ്ങൾ മുൻപ് ഇവിടെ വന്നിട്ടുള്ളതാണ്. അന്ന് ഇതിലും അല്പം കൂടി വെള്ളം ഉണ്ടായിട്ടുള്ളതായി എനിക്ക് തോന്നി. ഇപ്പോൾ വേനൽക്കാലമാണല്ലോ, വെള്ളത്തിൻ്റെ വരവും കുറഞ്ഞിട്ടുണ്ടാവാം. മുൻപ് നിറയെ പാറ കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന ഇവിടം മണ്ണ് കൊണ്ടുവന്ന് നിരത്തിയാണ് പ്രത്യേക രീതിയിൽ ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. കോടികൾ മുടക്കി തയ്യാറാക്കിയ അതീവ സുന്ദരമായൊരിടം. അതിന് DTPCയോട് ഒരു പ്രത്യേക നന്ദി അറിയിച്ചേ മതിയാവൂ. ഏക്കർ കണക്കിന് വിശാലമായ ഒരിടം, അതും പ്രകൃതി സുന്ദരമായ ഒരിടം. മീൻപിടിപ്പാറ വെള്ളച്ചാട്ടം രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത് ഒരു അരുവിയിൽ നിന്നുമാണ്. ഈ അരുവിയിലെ ജലത്തിന് വളരെയധികം ഔഷധ ഗുണമുള്ളതാണെന്നാണ് കേട്ടറിവ്. അതെന്തെന്നാൽ ചെങ്ങമ്മനാട് കിഴക്കേ തെരുവ് എന്നൊരിടമുണ്ട്. അവിടെ ഔഷധ മൂല്യം ധാരാളമായുള്ള സസ്യങ്ങളുമുണ്ട്. അവയെ തഴുകി ഒഴുകി വരുന്ന ഈ ജലത്തിന് ഒരു ഹെർബൽ ബാത്ത് പ്രദാനം ചെയ്യാൻ കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം. ശാസ്ത്രീയമായൊന്നും തെളിയിച്ചിട്ടില്ല കേട്ടോ. എങ്കിലും പഴമേൽ പലതിനും മൂല്യമേറെയാണല്ലോ. തിരക്കിട്ട ജീവിതത്തിൽ ഒരല്പനേരം സ്വസ്ഥമായി ശാന്തമായി ഒറ്റയ്ക്കോ കുടുംബമായോ ഇവിടെ എത്തി പ്രായഭേദമന്യേ ആഘോഷമാക്കാം. കേവലം 20 രൂപ നിരക്കിലാണ് പ്രവേശനം ഏർപ്പാടാക്കിയിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 വരെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ചിലയിടങ്ങളിൽ ആഴം ഒരാളിൻ്റെ നെഞ്ചറ്റം വരെയുള്ളൂ. ചിലയിടങ്ങളിൽ അത്ര പോലും ഇല്ല. പാറയാൽ ചുറ്റപ്പെട്ട ഇടം. എക്കോ ടൂറിസം സാധ്യത പ്രൊവൈഡ് ചെയ്യുന്ന ഇതിൻ്റെ തുടക്കത്തിൽ ചൂണ്ടയിൽ കൊരുത്തൊരു മത്സ്യത്തിൻ്റെ സ്റ്റാച്ചു ആണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അവിടുന്ന് അങ്ങോട്ട് കല്ലുകൾ പാകിയ നടപ്പാതയാണ്. അതിനൊരു വശമായി ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഒപ്പം പാറയിൽ തഴുകി ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ കളകളാരവും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും അവിടെ നിരോധിച്ചിട്ടുണ്ട്. അത്യാവശ്യം ജ്യൂസോ എന്തെങ്കിലും ചെറു കടികളോ ഒക്കെ കിട്ടാനായിട്ട് എൻട്രൻസിൽ ഒരു ചെറു കടയുമുണ്ട്. അതല്ലാതെ മറ്റൊന്നും അവിടെ ആശ്രയിക്കാൻ കഴിയില്ല. ഏക്കർ കണക്കിന് നീണ്ടു നിവർന്ന് കിടക്കുന്ന നടപ്പാതയ്ക്ക് ഇരുവശവുമായി ഈ പാറക്കെട്ടുകളും പച്ചപ്പും അങ്ങനെ കണ്ണിന് കുളിർമയേകിക്കൊണ്ടേയിരിക്കുന്നു. റിയലി അമേസിംഗ് പ്ലേസ്. വേനലവധിക്കാലം ഉല്ലാസപൂർവ്വം ആഘോഷിക്കാൻ നിങ്ങളൊരിടം തേടി തുടങ്ങിയോ? എങ്കിൽ പോന്നോളൂ മീൻപിടിപ്പാറയിലേക്ക്. വഴിയറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്, മീൻപിടിപ്പാറ. കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നും ഇവിടത്തേക്ക് സന്ദർശകർ എത്താറുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് നിന്നുമുള്ള ഡിസ്റ്റൻസ് നോക്കിക്കൊണ്ട് ഈ ഉല്ലാസയാത്ര അവിടേക്ക് ആക്കിക്കോളൂ. വേനലവധിക്കാലം കുളിർമയുള്ളതാക്കിക്കോളൂ. ബൈ, സി യു.